SFIയെ വിമർശിച്ചതിന്റെ പേരിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്ക് കണ്ണൂർ സർവകലാശാല ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചു. ഡോക്ടർ രമയ്ക്കെതിരായുള്ള എല്ലാ നടപടികളും അസാധുവാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ തുടർന്ന് 2024 മാർച്ചിൽ സർവീസിൽ നിന്നും വിരമിച്ച രമയ്ക്ക് സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചിരുന്നു. എങ്കിൽ സിൻഡിക്കേറ്റ് ഇടപെട്ട് രമയ്ക്ക് സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടേണ്ട ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഒരു വർഷമായി തടഞ്ഞുവച്ചിരിക്കുന്നതായാണ് പരാതി. പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ അനുവദിച്ചുവെങ്കിലും ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രബന്ധ സമർപ്പണ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തടഞ്ഞുവച്ചിരിക്കുന്നത് ബോധപൂർവമാണെന്ന് കാണിച്ച് ഡോക്ടർ രമ ഗവർണർക്ക് പരാതി നൽകും. UGC വ്യവസ്ഥ പ്രകാരം 2009-2011 ഡോക്ടർ രമ ഗവേഷണ പഠനത്തിന് ചെലവിട്ട കാലയളവ് സർവകലാശാല തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ തടഞ്ഞിരിക്കുന്നത്. നിരവധി തവണ കണ്ണൂർ VCയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിട്ടും സർവകലാശാല വരുത്തിയ വീഴ്ചയ്ക്ക് പരിഹാരമായിട്ടില്ല. VC വിഷയം സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ട് കൈയൊഴിയുകയാണ് ചെയ്തത്. SFI നേതാക്കൾ ക്യാമ്പസിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നതായി ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയ പ്രിൻസിപ്പലിന്റെ അപേക്ഷ രാഷ്ട്രീയ കാരണങ്ങളാൽ പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറാകുന്നുമില്ല. FIP സ്കീമിലൂടെയുള്ള ഡെപ്യൂട്ടേഷൻ കാലയളവിൽ ഗവേഷണം പൂർത്തിയാക്കിയ ഡോക്ടർ രമ 2011 ജൂലൈയിൽ പ്രബന്ധം യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച അടുത്ത ദിവസം തന്നെ തിരികെ കോളേജിൽ ജോലിക്ക് പ്രവേശിച്ചു. എന്നാൽ പ്രബന്ധം സമർപ്പിച്ചത് 2011 ജൂണിലാണെന്ന് സർവകലാശാല തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപ്രകാരം ഡോക്ടർ രമ ഒരു മാസക്കാലം സർവീസിൽ നിന്നും വിട്ടുനിന്നതായി കണക്കാക്കേണ്ടതായി വരും. രമയുടെ പ്രബന്ധത്തിൽ തന്നെ പ്രബന്ധം സമർപ്പിച്ച തീയതി ജൂലൈ ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർവകലാശാലയ്ക്ക് പറ്റിയ തെറ്റ് തിരുത്തുവാൻ തയ്യാറാകാത്തത് ബോധപൂർവം ആണ്. പ്രബന്ധ സമർപ്പണ സർട്ടിഫിക്കറ്റ് സർവകലാശാല നൽകാൻ വൈകുന്നിടത്തോളം രമയ്ക്ക് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സമാകും. SFIയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡോക്ടർ രമയ്ക്കെതിരെ ശിക്ഷാ നടപടി കൈക്കൊള്ളുവാനും തുടർന്ന് പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനും സർക്കാർ നീങ്ങിയത്. സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് തൊട്ടുമുൻപ് ഡോക്ടർ രമയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഡോക്ടർ രമയെ മാനസികമായി പീഡിപ്പിക്കാനുള്ള ബാഹ്യപ്രേരണ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടെന്നും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ ഡോക്ടർ രമയ്ക്കെതിരെ ഏകപക്ഷീയമായ നടപടിയെടുക്കുവാൻ അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.